വേൾഡ് വൈഡ് വെബ് ഓർ WWW ക്യാൻ ബി ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അനദർ നെയിം ഫോർ ദി ഇന്റർനെറ്റ്, എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആക്സസിബിൾ ബൈ പീപ്പിൾ ലിവിംഗ് ഇൻ എ വൈഡ് ജോഗ്രഫിക്കൽ ഏരിയ. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് ആക്സസ്ഡ് ത്രൂ ദി ഇന്റർനെറ്റ് ആൻഡ് എ കമ്പനീസ് പ്രൈവറ്റ് ഡിജിറ്റൽ വർക്ക് സ്പേസ്. ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസ് ആണുള്ളത്. WWW എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറിയോ WWW എന്താണ് എന്നുള്ളത്? ഇതിന്റെ ആൻസർ അറിയാവുന്ന ഒരു താഴെ കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ ടൈപ്പ് ചെയ്യുക. എന്താണ് WWW എന്നുള്ളത്, എന്തായിരിക്കും ഇതിന്റെ ആൻസർ എന്നുള്ളത്. ആദ്യം നമുക്ക് ഇതിന്റെ ആൻസർ എന്താണ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഡിസംബർ 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള UGC നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പേപ്പർ 1ന്റെ ICT-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. WWW എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടേമാണ്, എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേമാണ് WWW എന്നുള്ളത്. എന്താണ് WWW എന്നുള്ളത് ഓർ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്? ഈസ് എ സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് വെബ് പേജസ് ആൻഡ് റിസോഴ്സസ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസോഴ്സുകളും വെബ് പേജസിൻ്റെയും ഒരു ഇന്റർലിങ്ക്, പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകളുടെ വെബ് പേജുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസോഴ്സുകളും ഒക്കെ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് വേൾഡ് വൈഡ് വെബ് ഓർ WWW എന്നുള്ളത്. ഒന്നുകൂടി പറയാം, WWW എന്ന് പറയുന്നത് ഇന്റർലിങ്ക്ഡ് വെബ് പേജസ് ആൻഡ് റിസോഴ്സസ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി, ഇന്റർനെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ഷൻ ഓഫ് ഓർ ഇന്റർലിങ്ക് ബിറ്റ്വീൻ വെബ് പേജസ് ആൻഡ് റിസോഴ്സസ് ആണ് നമ്മൾ പറയുന്ന ഈ WWW എന്നുള്ളത്. ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ ടിം ബേൺസ്-ലീ. ടിം ബേൺസ്-ലീ ആണ് 1989 WWWയുടെ ഇൻവെന്റർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, WWWയുടെ ഇൻവെന്റർ എന്ന് പറയുന്നത് WWWയുടെ ഇൻവെന്റർ എന്ന് പറയുന്നത് ടിം ബേൺസ്-ലീ ആണ്. ഇൻ 1989 WWW ഇൻവെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് ഹാസ് റെവല്യൂഷനൈസ്ഡ് ഹൗ പീപ്പിൾ ഷെയർ ആൻഡ് ആക്സസ് ഇൻഫർമേഷൻ ഗ്ലോബലി. നമ്മൾ ഇന്ന് കാണുന്ന ആൾക്കാർ ഇന്റർനെറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗ്ലോബലി പീപ്പിൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ പീപ്പിൾസ് എങ്ങനെയാണ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നത് എന്നുള്ള അതിൻ്റെ ഒരു റെവല്യൂഷണറി അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു WWW എന്ന് പറയുന്ന വേൾഡ് വൈഡ് വെബ് എന്നുള്ളത്. സോ അറിഞ്ഞിരിക്കുക, WWW എന്ന് പറയുന്നത് ഇന്റർലിങ്ക്ഡ് സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് വെബ് പേജസ് ആൻഡ് റിസോഴ്സസ് വയ ഇന്റർനെറ്റ് എന്നാണ്. ഇന്റർനെറ്റ് വഴിയുള്ള വെബ് പേജസിന്റെയും റിസോഴ്സിന്റെയും ഇന്റർലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ് WWW എന്നുള്ളത്. ഇൻവെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ടിം ബേൺസ്-ലീ ആണ്. 1989 ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി പിന്നെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആക്സസിബിൾ ബൈ പീപ്പിൾ ലിവിംഗ് ഇൻ എ വൈഡ് ജോഗ്രഫിക്കൽ ഏരിയ. വൈഡ് ജോഗ്രഫിക്കൽ ഏരിയയിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പീപ്പിൾസിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന, കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിന്റെ പേരാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളത്, വാൻ എന്നുള്ളത്. അതൊരു നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ലാന്, മാന്, വാന് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ലോക്കൽ ഏരിയ, മെട്രോപൊളിറ്റൻ ഏരിയ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്ന ഒരു കണക്ഷൻ ഓഫ് നെറ്റ്വർക്കിന് നമ്മൾ പറയുന്ന പേരാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഓർ വാൻ എന്നുള്ളത്. അറിഞ്ഞിരിക്കുക. ഒരു കമ്പനീസിന്റെ, പിന്നെ അതുപോലെ തന്നെ എ കമ്പനീസ് പ്രൈവറ്റ് ഡിജിറ്റൽ വർക്ക് സ്പേസ്. ഒരു കമ്പനിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ വർക്ക് സ്പേസിന് പറയുന്ന പേരാണ് ഇൻട്രാനെറ്റ് എന്നുള്ളത്. ഓർത്തിരിക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് എന്നുള്ളത്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള, ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സർവീസാണ് ഇന്റർനെറ്റ് എന്നുള്ളത്. ഇൻട്രാനെറ്റ് എന്നുള്ളത് ഏതെങ്കിലുമൊക്കെ കമ്പനിയുടെ പ്രത്യേക പ്രൈവറ്റ് ഡിജിറ്റൽ വർക്ക് സ്പേസ് ആണ് ഇൻട്രാനെറ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്രൈവറ്റ് നെറ്റ്വർക്ക് ഫോർ ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷന്റെ പ്രൈവറ്റ് നെറ്റ്വർക്കിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻട്രാനെറ്റ്. ആ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രം ആക്സസ് ഉള്ള ടൈപ്പ് നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് എന്നുള്ളത്. ഇതും ഇന്റർനെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താണ് ലാന്, എന്താണ് മാന്, എന്താണ് വാന് അല്ലെങ്കിൽ വയർലെസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്താണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് വെബ് ഓർ WWW എന്നുള്ളത് ക്യാൻ ബി ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ WWW നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് പറയാൻ പറ്റും?
another name for internet or a network of computers accessible by people living in a wide geographical area, system of interlinked hypertext documents accessed through internet, companies private digital workspace. എന്തായിരിക്കും ആൻസർ? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? WWW എന്ന് പറയുന്നത് a system of interlinked hypertext documents accessed through internet. ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഡോക്യുമെന്റ്സ് റിസോഴ്സ് ഒക്കെ ആക്സസ് ചെയ്യുന്ന ഒരു ഇന്റർലിങ്ക് കണക്ഷൻ ആണ് ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് WWW എന്നുള്ളത്. സോ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ICT ആയിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. WWW എന്താണെന്നുള്ളത് ICT എന്നുള്ള മൊഡ്യൂളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ഏരിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് WWW എന്നുള്ളത്, എന്താണ് ഇന്റർനെറ്റ്, എന്താണ് ഇൻട്രാനെറ്റ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.